മഴ പെയ്യാൻ തുടങ്ങി കേട്ടെ. ലൈഫ് ഗാർഡ് പുറത്തോട്ട് ഇറങ്ങാൻ പറഞ്ഞില്ലെങ്കിൽ സെറ്റ്. എനിക്ക് ഓനെ സീൻ ഞാൻ നീന്തിട്ട് വരണം ഈ സമയത്ത്. ഉറക്കം ഫുള്ളായിട്ടില്ല, എന്നാലും കുറേ നാൾ കഴിഞ്ഞിട്ട് ഞാൻ സ്വിമ്മിങ്ങിന് പോയി ഇറങ്ങുവാണ്. ഇപ്രാവശ്യം നേരത്തിന് വാക്ക് കൊടുത്ത് വരുമെന്ന്. അപ്പോൾ പിന്നെ നമുക്ക് മിസ് ചെയ്യാൻ പറ്റത്തില്ല. 1-2 പേര് ഓടുന്നു, ഇടയ്ക്കിടയ്ക്ക് ഒരു വണ്ടി പോകുന്നു, എത്ര ഉണ്ട് കാലിയാണ് ഫുള്ള്. 6 മണിയായതേ ഉള്ളൂ. കണ്ടൻ അതിരാവിലെ എവിടെ പോവാണ്? വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി എന്താണ് എന്തൊക്കെ ബിസിനസ് ആണ് അവിടെ ഇവിടേക്ക്. ഞാൻ ജോലിക്ക് പോകണമെന്ന് അതിരാവിലെ. എൻ്റെ പക്കം അതിരാവിലെ വന്നിരിക്കുക. ഇതുമ്പോൾ നമുക്ക് താഴ്ത്തിറങ്ങാം. ഞാൻ വേണേൽ എടുത്ത് ചാടി കയറി, പക്ഷെ വേണ്ട ഫോണുമായിട്ട്. സാറിന് ഈ വെള്ളം മഹാ ചൂടായിരുന്നു, അതുകൊണ്ട് ഒരു ഷോക്ക് വരുന്നു. ഇപ്പോൾ മോനെ തണുത്ത വെള്ളം എനിക്ക് തണുത്ത വെള്ളം, പക്ഷെ ഡെയിലി വരാത്തതിൻ്റെ ഒരു കിതപ്പുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. മൂക്കിൻ്റെ പ്ലഗ് ഇടുന്നതിൻ്റെ ശീലമായിപ്പോൾ, അതുകൊണ്ട് ഇപ്പോൾ മൂക്കി വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നു. അത് ഞാൻ വേറെ ബാഗ് വെച്ച് മറന്നു. ഇത് വെച്ചിട്ടൊന്നും കാണുന്നൊന്നുമില്ല, എല്ലാം ബ്ലറാ. മഴ പെയ്യാൻ തുടങ്ങി കേട്ടെ. ലൈഫ് ഗാർഡ് പുറത്തോട്ട് ഇറങ്ങാൻ പറഞ്ഞില്ലെങ്കിൽ സെറ്റ്. എനിക്ക് ഓനെ സീൻ ഞാൻ നീന്തിട്ട് വരണം ഈ സമയത്ത്. വിസിലടിക്കരുത് പ്ലീസ്, വിസിലടിക്കരുത്. ഏതപ്പോൾ ഞാൻ ഒരു കാര്യം കാണിച്ചില്ല നിങ്ങൾക്ക്. എൻ്റെ ഗോഗിൾസ് ഇല്ലേ, 2 കഷ്ണമായിട്ടുണ്ട്. അത് ഞാൻ ഒരു ഡൈവ് ചെയ്തതാണ്, നല്ല ഡൈവ് കാണിച്ചില്ല നിങ്ങൾക്ക്. അത് കഴിഞ്ഞിട്ട് നല്ലൊരു ഡൈവ് ഉണ്ടായിരുന്നു. ഒറ്റടിക്ക് മോന്തക്കടിച്ച് വീണ് പെട്ടെന്ന് പറഞ്ഞ് പൊട്ടി കൈ കയറുന്നത് കേട്ടോ. പിന്നെ കുഴപ്പമില്ല, ഇപ്പം മഴയൊക്കെ മാറി നമുക്ക് തന്നെ വീട്ടിൽ പോവാം. ഇല്ല, തണുത്തുണ്ടായിരുന്നു, കിടിലം നൈസായിരുന്നു. മഴയും കൂടി പെയ്തപ്പോൾ അതിനെക്കാട്ടി കിടിലം. ഇവിടെ പിള്ളേരുടെ ട്രെയിനിങ് ആണ്, അവരിപ്പോഴും നീന്തിക്കൊണ്ടിരിക്കുക. ഞാൻ തുറച്ചു നോക്കുന്നുണ്ട്. ഞാൻ വീട്ടിൽ തിരിച്ചെത്തി, നോക്കി കണ്ടനിരിക്കുന്നു അവിടെ. കണ്ടൻ സർ ഫുഡ് കിട്ടി, അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ കക്കാർച്ചി കഴിക്കുവാണ് രാവിലെ. പിന്നെയും നോക്കിയേ, ഞാൻ മുടി വെട്ടാൻ പോവുകയാണ്. ഹോപ്പ്ഫുള്ളി ഞാൻ തിരിച്ചു വരാൻ നേരത്ത് ഈ മുടി കാണും ഇവിടെ. മുടി കുഴപ്പമില്ല, കൊള്ളാൻ തോന്നുന്നു. ഇതിൽ വെട്ടിപ്പോയി, ഇതൊന്നും പറയാനായിട്ട് പറ്റത്തില്ല. വല്ല ഡിഫറൻസ് കണ്ടിട്ട് തോന്നുന്നുണ്ടോ? കുറച്ചുകൂടി മെച്ചമായെന്ന് തോന്നുന്നു. ഞാൻ പുറകിലത്തെ മുടി കൊണ്ട് കെട്ടി വെച്ച് കൊള്ളാമെന്ന് നിങ്ങൾ പറയാനാണ്. എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി വളർന്നു കഴിയുമ്പോൾ കുറച്ചുകൂടി ഇറക്കി കെട്ടി വെക്കാം. അത്രയ്ക്ക് നീളത്തിയല്ല, കുറച്ചുകൂടി. ഇപ്പം വളരുന്നേ ഉള്ളല്ലോ. ഇന്ന് രാവിലെ എഴുന്നേറ്റുകൊണ്ട് ഫുൾ ദിവസം പോയി. രാവിലെ എഴുന്നേറ്റുകൊണ്ട് ഞാൻ പിന്നെ വന്ന് 2 മണിക്കൂർ കിടന്നുറങ്ങി, 2-3 മണിക്കൂർ. അത് കഴിഞ്ഞ് എഴുന്നേറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കമ്പ്യൂട്ടറിൽ ഇരുന്ന് ഒരു 1 മണിക്കൂർ ഗെയിം കളിച്ചിട്ട് വല്ലതും ബാക്കി ജോലി ചെയ്യാമെന്നും പറഞ്ഞിരുന്നു. ഞാനാ ഗെയിം കളിച്ചപ്പോൾ വേറൊരു പയ്യൻ വീട്ടിൽ വന്ന് അവൻ പിന്നെ എൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കഴിഞ്ഞപ്പം കറണ്ട് പോയപ്പോൾ ഞാൻ വിചാരിച്ച് ചിലപ്പോൾ കറണ്ട് വരും, പക്ഷെ എനിക്ക് ഒടുക്കത്തെ ഉറക്കം. അപ്പോൾ ഞാൻ പിന്നെ ഒന്ന് കിടന്ന് ഞാൻ ഉറങ്ങി എഴുന്നേറ്റിട്ട് എനിക്ക് ഒടുക്കത്തെ തോന്നിച്ചാൽ അപ്പോൾ കിടന്ന് ഉറങ്ങി എഴുന്നേറ്റ് വന്നപ്പോൾ അപ്പോഴും കറണ്ട് ഇല്ല. പിന്നെ മനസ്സിലായത് വീടിൻ്റെ ഫ്യൂസ് അടിച്ചു പോയെന്ന്. ഫ്യൂസ് പിന്നെ കെട്ടാൻ വേണ്ടി ആൾക്കാർ ഫ്യൂസ് അടിച്ചു പോയെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ കുറച്ച് സമയം നേരെ പോയി. പിന്നെ അതൊക്കെ റെഡിയാക്കി വന്നപ്പോൾ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാണ്ട് വീടിന്ന് അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്ത് ഞാൻ ഒരു തീരുമാനമായി വന്നപ്പം ഇപ്പോൾ ജിമ്മിന് ലേറ്റായി ആയിട്ട് വ്ളോഗ് ഇന്ന് അപ്ലോഡ് ചെയ്തിട്ട് പോലും ഇല്ല. വ്ളോഗ് ഇന്ന് പാതിരാത്രി ആയിരിക്കും വരാൻ പോകുന്നത്. കൊള്ളാം, ഒരു ദിവസം നേരത്തെ എഴുന്നേറ്റല്ലേ. ദ ഡേ 25 ഓഫ് 30 days നോൺ വെജ് മാത്രം കഴിച്ച് നാച്ചുറൽ ബോഡി ട്രാൻസ്മിഷൻ്റെ വീഡിയോ ആണ്. എനിക്ക് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ജിമ്മിൽ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ വർക്കൗട്ടും ചെയ്യാനുള്ള സമയമില്ല. ഞാൻ ഏറ്റവും ആദ്യം ചെയ്തത് ഷോൾഡർ വർക്കൗട്ടാണ്, 60 kg മിലിറ്ററി പ്രസ്. അത് ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ബാക്കി 2 സെറ്റ് ഞാൻ 10 കിലോയുടെ കൂട്ടി 70 കിലോ വെച്ച് കളിച്ചത്. പിന്നെ അടുത്ത എക്സസൈസും ചെയ്തത് സൈഡ് ലാറ്ററൽ റേസ് ആയിരുന്നു. ഇത് 20 kg ഉണ്ട്. ഇന്ന് തന്നെ ഷോൾഡറും ബാക്കും ആയിരുന്നു. ബാക്കിനുള്ള എല്ലാ എക്സസൈസും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ ഇപ്പോൾ ചെയ്യുന്നത് ഞാൻ ബാർബൽ റോ. ഇത് 80 കിലോ ഉണ്ട്. ഈ ബൈസെപ്പ് വെയിൻ വന്നിട്ടാണ് എൻ്റെ കൈക്ക് വലിപ്പം തോന്നുന്നത് കേട്ടോ. നേരത്തെ ഈ സെയിം അളവ് തന്നെയായിരുന്നു, പക്ഷെ എന്താ അറിയത്തില്ല. അടുത്ത ഞാൻ ചെയ്തത് ഹ്യൂമൻ
ഫ്ലാഗ് ആണ്. ഇതിനകത്ത് ഞാൻ മെയിൻലി ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്ന എത്ര സെക്കൻഡ് ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്ന് മാത്രമാണ്. ഇന്ന് വലുതായിട്ട് എനിക്ക് ഇത് ചെയ്യാൻ പറ്റാത്തത് എനിക്ക് എൻ്റെ ബോഡി ഒടുക്കത്തെ ടാക്സ്ഡ് ആയിട്ട് കിടക്കുക, കുറച്ച് റെസ്റ്റ് വേണ്ടി വരും. എന്തായാലും നാളെ ഞായറാഴ്ച ജിമ്മില്ല. അപ്പം ജിം ആയിട്ടുണ്ട്. വീട്ടിൽ പോയിട്ട് കഴിക്കണം, പിന്നെ എന്താണ് എഡിറ്റ് ചെയ്ത് തീർക്കണം. പിന്നെ നാളത്തേക്ക് ജിമ്മില്ല, ഞായറാഴ്ച. അതിൻ്റെ എനിക്ക് ബോഡിക്ക് റെസ്റ്റ് വേണം. അല്ലെങ്കിൽ തന്നെ ബോഡിക്ക് റെസ്റ്റ് വേണ്ട, മൈൻഡിന് വേണ്ട, എന്നാലും ബോഡിക്ക് വേണം. അവൻ കിടക്കുക. അമ്മയ്ക്ക് വേണ്ടി തുണി കഴുകാനുള്ള ലിക്വിഡ് മേടിക്കാൻ പുറത്തിറങ്ങിയിരിക്കുക ഞാൻ. അത് മേടിച്ചിട്ട് വീട്ടിൽ പോവാം. കടയെല്ലാം അടച്ചിടക്കുക. വീട്ടിൽ പോയിട്ട് സ്കൂട്ടിയിൽ പോയി കുറച്ച് ദൂരത്തുനിന്ന് മേടിച്ചിട്ട് പറഞ്ഞു.